ജയരാജൻ സംസാരിക്കുന്നു. പുതുമയിൽ നിങ്ങളുടെ കാസർഗോഡ് ജില്ലയിലെ എല്ലാ ബ്രാഞ്ച് സമ്മേളനങ്ങളും നേരത്തെ തന്നെ നടന്നു കഴിഞ്ഞു. ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് ശേഷം കഴിഞ്ഞ മാസം ലോക്കൽ സമ്മേളനങ്ങളാണ്, ഈ മാസം ഏരിയ സമ്മേളനങ്ങളാണ്. ഈ സമ്മേളനങ്ങൾക്ക് ശേഷം ജില്ലാ സമ്മേളനങ്ങൾ നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജില്ലാ സമ്മേളനത്തിന് ശേഷം മാർച്ച് 6, 7, 8, 9 തീയതികളിലായി കൊല്ലത്ത് വെച്ച് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ചെയ്തു. ഈ സമ്മേളനങ്ങളുടെ എല്ലാം പ്രധാന അജണ്ട കഴിഞ്ഞ 23ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ചേർന്ന അതാത് ഘടകങ്ങളുടെ സമ്മേളനങ്ങളുണ്ട്. ആ സമ്മേളനങ്ങളിൽ പ്രധാനമായും അതാത് ഘടകങ്ങളുടെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യും. ഓരോ ഘടകത്തിന്റെയും പ്രവർത്തനങ്ങൾ വിശദമായി ചർച്ച ചെയ്ത് അവലോകനം ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ പാർട്ടി ഘടകത്തിനും നേടിയെടുക്കാൻ കഴിയുന്ന നേട്ടം അത് വിലയിരുത്തുക. അതോടൊപ്പം കഴിഞ്ഞ 3 വർഷക്കാലം 23ാം പാർട്ടി കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾക്ക് ശേഷം നടന്നിട്ടുള്ള ഈ സമ്മേളനം വരെയുള്ള കാലയളവിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും വീഴ്ചകളും പോരായ്മകളും ഉണ്ടായിട്ടുണ്ടോ, അത് പരിഹരിക്കാൻ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത്, പാർട്ടി പൊതുവായി ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം 23ാം പാർട്ടി കോൺഗ്രസിന്റെ രാഷ്ട്രീയ അടവ് നയം അത് പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. പാർട്ടിയുടെ ശക്തിപ്പെടലിനു വേണ്ടി രാഷ്ട്രീയ സാഹചര്യങ്ങളെ, നമ്മുടെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ എത്രമാത്രം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും, ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ എന്താ, ഇനി എങ്ങനെ പാർട്ടിയെ ശക്തിപ്പെടുത്തണം, ഇതെല്ലാം വിശദമായി പരിശോധിക്കുക എന്നുള്ളതാണ് ഈ പാർട്ടി സമ്മേളനങ്ങളുടെ എല്ലാം പ്രധാന ദൗത്യം. 23ാം പാർട്ടി കോൺഗ്രസിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, സാധാരണ പാർട്ടി നമ്മുടെ കരട് രാഷ്ട്രീയ പ്രമേയം പാർട്ടി കോൺഗ്രസിന് 2 മാസങ്ങൾക്ക് മുൻപ് പ്രസിദ്ധീകരിക്കും. അത് പാർട്ടിക്കകത്തുടനീളം ചർച്ച ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഘടകങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങൾ പരിശോധിച്ചുകൊണ്ട്, അഭിപ്രായങ്ങൾ പരിശോധിച്ചുകൊണ്ട് പാർട്ടി കോൺഗ്രസിൽ കരട് രാഷ്ട്രീയ പ്രമേയം അംഗീകരിക്കുക എന്നുള്ളതാണ്, രാഷ്ട്രീയ നയം അംഗീകരിക്കുക എന്നുള്ളതാണ് ഇതുവരെ നാം സ്വീകരിച്ചു വരുന്ന രീതി. ആ രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഈ 24ാം പാർട്ടി കോൺഗ്രസിൽ പാർട്ടിയുടെ 23ാം പാർട്ടി കോൺഗ്രസിന്റെ അടവ് നയം എത്രമാത്രം നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിച്ചു, അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രേഖ പ്രധാനമായും പാർട്ടി കോൺഗ്രസിൽ, പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യും. പാർട്ടി കോൺഗ്രസിന്റെ പ്രധാന രീതി അതായി മാറുകയാണ്. രാഷ്ട്രീയ അടവ് നയം ചർച്ച ചെയ്യും. ആ രാഷ്ട്രീയ അടവ് നയത്തിന്റെ ഭാഗമായി നിലവിലുള്ള രാഷ്ട്രീയ സ്ഥിതിഗതികളെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള രാഷ്ട്രീയമായ കാഴ്ചപ്പാട്
അതിന്റെ രേഖ അംഗീകരിക്കുക എന്നുള്ളതാണ് പാർട്ടി കോൺഗ്രസിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ഏരിയ സമ്മേളനത്തിൽ പ്രധാനമായും നിങ്ങളുടെ ഏരിയ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളാണ് അവലോകനം ചെയ്യുന്നത്. നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ള നേട്ടങ്ങൾ എന്താണ്? ഓരോ പ്രദേശത്തിന്റെയും വളർച്ച എത്രമാത്രമാണ്? നമുക്ക് ഓരോ പ്രദേശത്തും തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. പാർട്ടി മെമ്പർമാരുടെ പൊതു നിലവാരം എന്താണ്? പാർട്ടി ഘടകങ്ങളുടെ സ്ഥിതി എന്താണ്? ഈ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് പാർട്ടിയെ കൂടുതൽ ബഹുജന സ്വാധീനമുള്ള ഒരു ബഹുജന വിപ്ലവ പാർട്ടിയാക്കി വളർത്തിയെടുക്കാൻ ആവശ്യമായ ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാക്കുക. ഈ ഉദുമ ഏരിയയിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തണം. ഈ ഉദുമ ഏരിയയിൽ എല്ലാ പ്രദേശങ്ങളിലും പാർട്ടിയുടെ വളർച്ച ഒരുപോലെയല്ല, വ്യത്യസ്തമാണ്. ഇങ്ങനെ വ്യത്യസ്തമായ സാഹചര്യങ്ങളും സ്ഥിതിഗതികളുമുള്ള ഓരോ പ്രദേശത്തെയും പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി അടിത്തറ വിപുലീകരിക്കുക, ബഹുജന സ്വാധീനം വർദ്ധിപ്പിക്കുക, അതിന് വർഗ ബഹുജന സംഘടനകളെ എങ്ങനെയൊക്കെ പ്രവർത്തിപ്പിക്കണം, ഇതെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് ഒരു തീരുമാനത്തിൽ ചെന്നെത്താൻ നിങ്ങളുടെ ഈ സമ്മേളനത്തിന് കഴിയും. ഇവിടെ സെക്രട്ടറി അവതരിപ്പിക്കുന്ന റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി ഫലപ്രദമായ ഒരു ചർച്ച നടത്തി കൂടുതൽ ബഹുജന സ്വാധീനം നേടിയെടുക്കാൻ, പാർട്ടിയുടെ അടിത്തറ വിപുലീകരിക്കാനും ബഹുജന സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഈ സമ്മേളനം വലിയ സംഭാവനകൾ നൽകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മറ്റ് അതാത് കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ സംഭവങ്ങൾ, അത് ദേശീയ രാഷ്ട്രീയ സംഭവമായാലും സാർവദേശീയ രാഷ്ട്രീയ സംഭവങ്ങളായാലും ചുരുങ്ങിയത് 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ചേരുന്ന പാർട്ടി കേന്ദ്ര കമ്മിറ്റി രാഷ്ട്രീയ വിശകലനം നടത്തി അത് പാർട്ടി മെമ്പർമാർ വരെ ആ രാഷ്ട്രീയ കാര്യങ്ങൾ വിശദീകരിക്കാറുണ്ട്. അത് വീണ്ടും ആവർത്തിക്കാനുള്ള ഒരു വേദിയായിട്ടല്ല നമ്മുടെ സമ്മേളനത്തെ കാണേണ്ടത്. സാർവദേശീയ ദേശീയ രാഷ്ട്രീയ നയങ്ങൾ വിശദമായിട്ട് തന്നെ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യും. ആ പാർട്ടി കോൺഗ്രസിന്റെ ചർച്ചയുടെ ഭാഗമായി പാർട്ടിയുടെ രാഷ്ട്രീയ നയം, പാർട്ടിയുടെ അടവ് നയത്തിന്റെ ഫലമായി നേടാൻ കഴിഞ്ഞ നേട്ടങ്ങൾ, ഇനി അങ്ങോട്ട് പാർട്ടിയുടെ ബഹുജന സ്വാധീനം വർദ്ധിപ്പിക്കാൻ CPM-ന്റെ ഉദുമ ഏരിയ സമ്മേളനത്തിൽ EP ജയരാജൻ സംസാരിക്കുകയാണ്. സമ്മേളനത്തിന്റെ ഉദ്ഘാടകനാണ് EP ജയരാജൻ. എന്തായാലും ഇന്നത്തെ ഈ വിവാദ വിഷയം, ആത്മകഥയെക്കുറിച്ചുള്ള വിഷയം EP ജയരാജൻ ഈ പ്രസംഗത്തിൽ എവിടെയെങ്കിലും പരാമർശിക്കും